ഹലോ, ഇന്നത്തെ റെസിപ്പി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലത്തെ ഉണ്ണിയപ്പം എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഒരുപാട് പേര് ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് ആദ്യം നമുക്കിതിലോട്ട് 1.5 കപ്പ് റവയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് 1 കപ്പ് സാദാ പശുവിൻ പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചക്ക വെച്ചിട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ചക്ക കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ. വേറൊരു ഓപ്ഷൻ ആ ഒരു രീതിയിൽ ചെയ്താലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ചക്ക വെച്ചിട്ട് ചെയ്താലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ശർക്കര പാനിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ശർക്കര പാനി ഞാൻ ഓൾറെഡി ഒന്ന് മെൽട്ടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 10 മിനിറ്റ് ആയപ്പോൾ നമ്മൾ റവ പാലൊക്കെ ഇങ്ങനെ കുടിച്ച് ഇതുപോലെ ഇങ്ങനെ സോക്കായി വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ചക്ക. 1 കപ്പ് ചക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. നല്ല പഴുത്ത ചക്കയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1 കപ്പിനേക്കാളും 2 ടേബിൾ സ്പൂൺ കുറച്ചിട്ടാണ് ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നത്. 225 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്താൽ മതി. എന്നിട്ട് 1 കപ്പ് നിറച്ചെടുത്തിട്ടില്ല, 2 ടേബിൾ സ്പൂൺ കുറച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ഒരു റവ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ കൂടെ വെള്ളമൊന്നും ചേർക്കാനൊന്നുമില്ല. ഈ ഒരു കുതിർത്ത് വെച്ചിട്ടുള്ള റവയും അതുപോലെ പാകത്തിനുള്ള ഉപ്പ്, ഒരു 4 ഏലക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നേരത്തെ നമ്മൾ ശർക്കര പാനി ഓൾറെഡി ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ ഇതിലോട്ട് വെള്ളം വേണ്ടയോ എന്നുള്ളത്. പിന്നെ വേറൊരു ഓപ്ഷന്, ചക്കയ്ക്ക് പകരം നിങ്ങൾക്ക് ഒരു നേന്ത്രപ്പഴം, നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്താൽ മതി. നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശർക്കരപ്പാനി 1 കപ്പ് തന്നെ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ 250 ഗ്രാം വേണമെങ്കിലും എടുക്കാം. ചക്കയുടെ മധുരത്തിനനുസരിച്ച് നല്ല മധുരമുള്ള ചക്കയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 225 ഗ്രാം ശർക്കര ചേർത്ത് കൊടുത്താൽ. വേണമെങ്കിൽ 250 ഗ്രാം തന്നെ ചേർക്കാം. അപ്പോൾ ഇത് തിക്കാണെന്ന് തോന്നിയപ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ 1 കപ്പ് നിറച്ച് ശർക്കര പാനി എടുത്തിട്ടില്ല, അതിന് 2 ടേബിൾ സ്പൂൺ കുറച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെയ്യിൽ മൂപ്പിച്ച ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, അതുപോലെ തേങ്ങാക്കൊത്തും കൂടെ നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല. കുറച്ച് നെയ്യൊക്കെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ മൂപ്പിച്ചെടുത്ത നെയ്യ് പിന്നെ നമ്മൾ അവസാനം ഇത് പൊരിച്ചെടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഉണ്ണിയപ്പ ചട്ടി നല്ല ചൂടായ ശേഷം ഫ്ലെയിം നല്ലോണം കുറക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ കുഴിക്കകത്തും ഏകദേശം പകുതിയോളം എങ്കിലും എണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഈ ഒരു ബാലൻസ് ഉള്ള നെയ്യ് നമ്മൾ ഇതിലോട്ട് എല്ലാ കുഴിക്കകത്തും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ മാവ് ലൂസാണ് എന്നുണ്ടെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ ഉണ്ണിയപ്പം. അതുപോലെ തിക്കായി എന്നുണ്ടെങ്കിലും അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അളവൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞത്. ഇത് ചക്ക വെച്ചിട്ട് ചെയ്യുമ്പോഴും പഴം വെച്ചിട്ട് ചെയ്യുമ്പോഴും ഈ ഒരു വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. അതുപോലെ മധുരം, ചക്കയിൽ കുറച്ച് മധുരം ഉണ്ടല്ലോ, പഴത്തിൽ അത്ര മധുരമില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതുപോലെ 1 മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം മുകൾ ഭാഗം ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കുറച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു സൈഡ് കളറൊക്കെ ഇങ്ങനെ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ സൈഡും കൂടെ ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും മാറ്റാം. ഇനി മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് കുക്കായിക്കോളും. കുറച്ച് നേരം വെച്ചിട്ട് ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് മാറ്റിയാൽ മതി. ഇനി നമുക്ക് 2 പ്രാവശ്യം കൂടെ ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട്. നമുക്ക് മൊത്തത്തിൽ 36 ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ഒരളവിൽ 12 കുഴിയുള്ള ഉണ്ണിയപ്പച്ചട്ടിയാണിത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുത്താൽ മതി. എണ്ണ ഇനി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലിപ്പോൾ എണ്ണ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ എണ്ണ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ 2 പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇനി 1 പ്രാവശ്യം കൂടെ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ നല്ല ചൂടുണ്ട്. ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. സംഭവം നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. ചക്കയും കൂടെ ആയതുകൊണ്ട് നമുക്ക് പിറ്റേ ദിവസമൊക്കെ കഴിക്കാൻ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാവും കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്.